കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ട് പരിസരത്തെ ഒരു വീടിനോട് ചേർന്ന ഔട്ട് ഹൌസിൽ നിന്ന് 40 ഗ്രാം MDMA കരിപ്പൂർ പോലീസ് പിടികൂടിയിരുന്നു. അന്തർസംസ്ഥാന ലഹരികടത്ത് സംഘത്തിലെ 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേസിലെ മുഖ്യപ്രതി കരിപ്പൂർ കുമ്മിണിപ്പറമ്പ് സ്വദേശി സാദത്ത് മൻസിലിൽ മുഹമ്മദ് കബീറിനെയും അന്വേഷണോദ്യോഗസ്ഥനായ കരിപ്പൂർ SHO M അബ്ബാസ് അലിയെയും ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ വിവാദം പുകയുന്നത്. കേസിലെ ഡിറ്റക്ടിംഗ് ഓഫീസറായി പോലീസ് നിയമിച്ച അബ്ബാസ് അലി അടുത്ത കാലം വരെ പ്രതി മുഹമ്മദ് കബീറിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. ഈ ക്വാർട്ടേഴ്സിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം MDMA പിടികൂടിയതെന്നതാണ് വിചിത്രമായ കാര്യം. CI അബ്ബാസ് അലി വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ കബീറിന് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്നും അതുകൊണ്ട് തന്നെ CI അവിടെ നിന്ന് മാറി താമസിക്കണമെന്നും ഏതാനും മാസം മുൻപ് തന്നെ ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് ADGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതനുസരിച്ച് മാറി താമസിക്കാൻ SP-യും SHOക്ക് നിർദ്ദേശം നൽകി. ഇതൊന്നും പാലിക്കാതെ CI മാസങ്ങളോളം അവിടെ തന്നെ തുടർന്നു. പിന്നീട് SP നിലപാട് കടുപ്പിച്ചതോടെയാണ് CI ഇക്കഴിഞ്ഞ ഡിസംബറിൽ മാറി താമസിക്കാൻ തയ്യാറായത്. ഇതേ വ്യക്തിയെയാണ് ഇത്രയും വലിയൊരു ലഹരി കേസിലെ ഡിറ്റക്ടിംഗ് ഓഫീസറായി നിയമിച്ചത് എന്നതാണ് വിചിത്രമാകുന്നത്. ഇതോടെ കേസ് തന്നെ അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയും ശക്തമാണ്. SHO അബ്ബാസ് അലി മാസങ്ങളോളം പ്രതിയുടെ വീട്ടിൽ താമസിച്ച വിവരം നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതുമാണ്. അബ്ബാസ് അലിക്ക് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മലപ്പുറം SP-യുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘവും നർക്കോട്ടിക് DYSP-യും ചേർന്നാണ് റെയ്ഡ് നടത്തി ലഹരി മാഫിയയെ പിടികൂടിയിരുന്നത്. പിടിയിലായ പ്രതികൾക്ക് നേരത്തെയും ലഹരി കേസുമായി ബന്ധമുണ്ട്. പ്രതിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടുകളുള്ള ഉദ്യോഗസ്ഥൻ തന്നെ കേസന്വേഷണത്തിന്റെ ഭാഗമാകുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ ഇടയാക്കുമെന്ന ആശങ്കയുമുണ്ട്. ഈ ചാനൽ ന്യൂസ് കരിപ്പൂർ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം.